പ്രതിസന്ധികളിൽ കൂടി കടന്നുപോയ വകുപ്പായിരുന്നു KSRTC എന്നും ജീവനക്കാർക്ക് കുടിശ്ശികയില്ലാതെ ശമ്പളം കൊടുത്തു തീർക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും ആന്റണി രാജു. മുഖ്യമന്ത്രി രാവിലെ കണ്ടു. ഞാൻ രാജി സമർപ്പിക്കുകയാണ് ഉണ്ടായത്. ഇനി തുടർന്ന് ഞാൻ MLA എന്നുള്ള തിരുവനന്തപുരം നഗരത്തിന്റെ MLA ആണ്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലത്തിലെ MLA ആയി തന്നെ ഞാൻ നിങ്ങളോടൊപ്പം തന്നെ ഇവിടെ തന്നെ ഉണ്ടാവും. കൂടുതൽ നിയോജക മണ്ഡലത്തിൽ സജീവമായി പ്രവർത്തിക്കാനുള്ള അവസരമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത്. ഏതായാലും നിങ്ങൾ എനിക്ക് കഴിഞ്ഞ 2.5 വർഷക്കാലം നൽകിയ പിന്തുണയ്ക്ക്, പ്രോത്സാഹനത്തിന്, അതുപോലെ തന്നെ പ്രാർത്ഥനയ്ക്കെല്ലാം ഞാൻ അങ്ങേയറ്റം നന്ദി പറയുകയാണ്. ഒരു ചാരിതാർത്ഥ്യം കൂടിയുണ്ട്. KSRTCയും ഉൾപ്പെടുന്ന ഗതാഗത വകുപ്പായിരുന്നു ഞാൻ ഭരിച്ചിരുന്നത്. ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു വകുപ്പാണത്. എങ്കിലും ഇന്നെനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. കാരണം ഈ മാസത്തെ ശമ്പളം പൂർണ്ണമായി ഇന്നലെ വരെയുള്ള കഴിഞ്ഞ മാസത്തെ ശമ്പളം ഈ മാസമാണ് കൊടുക്കേണ്ടത്. ഈ മാസം 30-നാണ് കൊടുക്കേണ്ടത്. പക്ഷേ ഇന്നലെ കൊണ്ട് തന്നെ മുഴുവൻ ജീവനക്കാർക്കും മുഴുവൻ ശമ്പളവും കൊടുത്തു. 1 രൂപയുടെ പോലും കുടിശ്ശിക ഇല്ലാതെ, ശമ്പള കുടിശ്ശിക ഇല്ലാതെയാണ് മന്ത്രിസ്ഥാനത്ത് ഇറങ്ങാൻ കഴിയുന്നത് എന്നുള്ളത്, രാജി സമർപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ എനിക്ക് അതിയായ ചാരിതാർത്ഥ്യമുണ്ട്.